വെൽക്കം ബാക്ക് ടു 3J സിസ്റ്റേഴ്സ്. അപ്പോൾ ഗൈസ്, ഇന്ന് ഞങ്ങളൊരു സിനിമയുടെ റിവ്യൂ ഇടാൻ പോവാം. ഒരു പുതിയ സിനിമയാണ്, അത് നസ്ലിൻ്റെ സിനിമയാണ്. ഏകദേശം ചെറുതായിട്ട് എല്ലാവർക്കും കിട്ടിക്കാണും. അപ്പോൾ നമ്മളിന്ന് ഇടാൻ പോകുന്ന സിനിമയുടെയാണ്. അപ്പോൾ ഞാൻ ആ സിനിമയുടെ പേര് പറയും. 3, 2, 1 ലോക. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ലോകയുടെ സിനിമയുടെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര ആ സിനിമയുടെ റിവ്യൂ ആണ് ഇടാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ആദ്യം അതിവിടെ ഇങ്ങനെ ഇതെന്താ പരസ്യമൊക്കെ വന്നപ്പോൾ ഞങ്ങളത് കണ്ടിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ പോയി ഫ്രണ്ട്സിനോട് ചോദിച്ചപ്പോൾ അവരെല്ലാം പറഞ്ഞു ഞാൻ കണ്ടു, ഇവൻ എൻ്റെ മാം വരെ കണ്ടു, ഇവളുടെ ഫ്രണ്ട് കണ്ടു. അപ്പോൾ അങ്ങനെ ഞാൻ ഇപ്പോൾ ചോദിച്ചു എല്ലാവരും അടിപൊളി ഇതാന്നൊക്കെ അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു സിനിമയുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ലോകാന്ന് പറഞ്ഞു. അപ്പോൾ ഷോ എത്ര മണിയാണെന്ന് മറന്നുപോയി. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾ അപ്പോൾ വനിതാ വിനീതയിലാണ് പോയത്. സിനിമ കാണാൻ. അങ്ങനെ നല്ല തണുപ്പായിരുന്നു, അത്രയ്ക്കും ഇല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പോയി ഞങ്ങൾ സിനിമ പറയണ്ടായിരുന്നു, അടിപൊളി സിനിമയായിരുന്നു. പക്ഷെ എനിക്ക് ആ ചന്ദ്രയുടെ പവർക്ക്, കല്യാണിയുടെ പവർക്ക് കണ്ടിട്ട് എനിക്ക് നല്ല രസമായിരുന്നു. അപ്പോൾ ജാനയ്ക്ക് കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അതെന്താ അപ്പൊ നമ്മൾ എക്സൈറ്റ് ആയിരിക്കുകയായിരുന്നു. ആക്ടിങ് എല്ലാം കൊള്ളായിരുന്നു. അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്കിനും അപ്പൊ ചെറിയ പിള്ളേർക്ക് അത്രയ്ക്കും വയലൻസ് ഇഷ്ടമായി, ചെറിയ പിള്ളേർക്ക്. പക്ഷെ ഇപ്പൊ അതുകൊണ്ട് കാണണ്ടാന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ ഇഷ്ടപ്പെടുവാണ്, അവർക്ക് വയലൻസ് ഇഷ്ടമാണ്, നിങ്ങൾ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മൂവിയാണ് ലോക. ഞങ്ങൾ കണ്ടിട്ട് കുറച്ച് നാളെ, പക്ഷെ ഇപ്പം ഞാൻ റിവ്യൂ പറയാൻ പറ്റിയത്. അതിൻ്റെ ഇടയ്ക്ക് എക്സാമും ഒക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ ഇതിലായിരുന്നു. പിന്നെ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചന്ദ്രയുടെ ഇതായിരുന്നു. പിന്നെ ചാത്തൻ ടൊവിനോ അടിപൊളിയായിരുന്നു. ടൊവിനോ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവസാനം ഈ ദുൽഖർ സൽമാൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചന്ദ്രയായിരിക്കും എന്ന്, ആ ഹെയർ കണ്ടിട്ട്. പക്ഷെ എൻ്റെ എന്താ പറയുക, ആ തിങ്കിങ് ഇത് ഫ്ലോപ്പായി പോയി. അപ്പോൾ പിന്നെ മുഹമ്മൂടി മാറ്റിയപ്പോൾ എനിക്ക് മനസ്സിലായ ദുൽഖർ സൽമാൻ. അപ്പോൾ പിന്നെ ഞാൻ ദുൽഖർ സൽമാൻ എന്താ എന്നൊക്കെ ഇങ്ങനെ പിന്നെ കാറേ കയറിയപ്പോൾ ഞങ്ങളെല്ലാം അത് ആലോചിക്കായിരുന്നു, എന്താ അപ്പോൾ ഈ ദുൽഖർ സൽമാൻ എന്താണെന്നൊക്കെ ചോദിച്ചത്. അപ്പം പിന്നെ പിറ്റേന്ന് ഞാൻ TV-യിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ഷോർട്സ് വന്നു, ചാത്തൻ ടൊവിനോ തോമസും ഒടിയൻ ദുൽഖർ സൽമാനും. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വെച്ചു, അപ്പോൾ ഒടിയൻ. അപ്പോൾ ഞാൻ പിന്നെ വൈകിട്ട് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ദുൽഖർ സൽമാൻ ഒടിയനാണെന്ന്. അപ്പം പറഞ്ഞു ഞാൻ ഓൾറെഡി അത് എനിക്കറിയാമായിരുന്നു. അപ്പോൾ പിന്നെ ഞാനങ്ങനെ അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു സിനിമ നല്ലതായിട്ട്. അപ്പോൾ ഗൈസ്, എനിക്ക് ഇവളാണ് ഒന്നും അറിഞ്ഞില്ല, ഇവള് വരുന്ന് കാണുമായിരുന്നു. ഞങ്ങൾ ഒരിക്കലും അവളിരുന്ന് ഇങ്ങനെ കാണുന്നു. അവള് ഇരുന്ന് പക്ഷെ കുറച്ചു നേരമൊക്കെ ഉറങ്ങി, ഒരു ഇതും ഇല്ലായിരുന്നു. ഈ കൊച്ചു സാധനം വരെ ഇരുന്ന് കണ്ടു. അപ്പോൾ പിന്നെ അവൾക്കിഷ്ടായി ഇതിന്. അവള് ഒരു കരച്ചിലും ഇല്ല, ഇല്ല. തുടങ്ങിയപ്പോ തന്നെ ഇങ്ങനെ കൂളായിരുന്നു കണ്ടു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ ഉറങ്ങിപ്പോയി അല്ലേ, ഉറങ്ങിപ്പോയി. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കിനും വീണ്ടും എണീറ്റ് കാണാൻ തുടങ്ങി. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ലോകയുടെ പവർ എനിക്ക് വേണമെന്ന് ശരിക്കും ഉണ്ടായിരുന്നു. അപ്പം എനിക്കും ജാനയ്ക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എങ്ങനെയായത് എന്താ ആ കഥ തന്നെ, ആദ്യം തന്നെ ആ കഥ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ കുട്ടി 3 വയസ്സിൽ തന്നെ കരാട്ടെ പഠിക്കാൻ തുടങ്ങി. അപ്പം അത് ഞങ്ങൾ ആ ചെറിയ കുട്ടി, ആ
ചേച്ചിയാണേൽ ഈ മറ്റേ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മറ്റേ ഇത് പഠിക്കണ്ട്. അപ്പോൾ അതപ്പോൾ കണ്ടപ്പോൾ ഞങ്ങൾ 5th സ്റ്റാൻഡേർഡിലല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ മനസ്സിലായി. അതിൻ്റെ കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് മറ്റേ എനിക്ക് ആ ഒടിയനാണ് മനസ്സിലായത്. അതിൻ്റെ പിറ്റേന്ന് ഞാൻ കണ്ട് ആ രാത്രി മറ്റേ ഓച്ചൻ്റെ രാത്രി ഞാൻ ഈ ചേച്ചിയുടെ വീഡിയോ കണ്ടു. പിന്നെ അതങ്ങനെ 3 വയസ്സ് അത്ഭുതം തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ.